വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മുടെ ശരീരത്തിന് നൽകേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാന്ന് പറഞ്ഞത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ ഹബീബേ, വിശുദ്ധ റമദാൻ മാസം ഞങ്ങളിലേക്ക് വന്നു കഴിഞ്ഞുവല്ലോ നബിയേ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ ഞങ്ങളിലേക്ക് വന്നു നബിയേ, ഞങ്ങൾ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്യേണ്ടത്, അനുഷ്ഠിക്കേണ്ടത് ഏത് കാര്യമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ സ്വഹാബാ, അല്ലയോ സഹാബത്തെ, വിശുദ്ധ റമദാൻ മാസം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആ മാസത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ധാരാളമായി പാരായണം ചെയ്യണം. കാരണം വിശുദ്ധ റമദാൻ മാസം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിലാണ് വിശുദ്ധമാകപ്പെട്ട ഖുർആൻ അവതരിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ റമദാനിൽ ചെയ്യേണ്ടത് ഖുർആൻ പാരായണമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വിശുദ്ധ റമദാൻ മാസത്തിന് മുമ്പുള്ള 2 മാസമുണ്ടല്ലോ, അതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശഅബാൻ മാസം എന്ന് പറയുന്നത് നിന്റെ ശരീരത്തെയും നിന്റെ ഖൽബിനെയും ശുദ്ധീകരിക്കേണ്ട മാസമായിരുന്നല്ലോ. എന്നാൽ റമദാൻ മാസം എന്ന് പറയുന്നത് തത്വഹീറുർ റൂഹ്, നിന്റെ ആത്മാവിനെയും നിന്റെ ശരീരത്തിനെയും ശുദ്ധീകരിക്കേണ്ട മാസമാണ്. ആ മാസം എന്ന് പറയുന്ന റമദാൻ ഉണ്ടല്ലോ, ആ റമദാൻ മാസത്തിൽ നിന്റെ ശരീരത്തിന്റെ ഭക്ഷണമാക്കേണ്ടത്, നിന്റെ ആത്മാവിന്റെ ഭക്ഷണമാക്കേണ്ടത് പരിശുദ്ധമായ ഖുർആനാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതാണ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുമായൊരു ബന്ധം. ആ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് വരണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ